നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. മരിച്ചത് മാർട്ടിൻ എൽസി ദമ്പതികളുടെ 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുള്ള മരിയ മാർട്ടിൻ. മൂത്ത സഹോദരി അലീന അപകടനില തരണം ചെയ്തു. അമ്മ എൽസി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കുട്ടികളുടെ പിതാവ് 1.5 മാസം മുൻപ് മരിച്ചിരുന്നു. ദുരിതമൊഴിയാതെ ഒരു കുടുംബം. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം കുളപ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്. ജില്ലയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർഹത നേടിയത് 91.3% മാർക്കോടെ. കായകൽപ്പ പുരസ്കാരം 2 ലക്ഷം രൂപ. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണം. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചതെന്നും മന്ത്രി. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനം. മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് പണം നൽകുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്കും അങ്ങനെയും പണം അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളതെന്നും ധനമന്ത്രി. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലെ നിയമവിരുദ്ധ നിർബന്ധിത ഡിജിറ്റൽ പണമിടപാട് നിർത്തലാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. നിയമവിരുദ്ധമായ ഇത്തരം നിർദ്ദേശം പാലക്കാട് റെയിൽവേ ഡിവിഷൻ പ്രദേശത്ത് മാത്രമെന്നും MP. റെയിൽവേയുടെ നടപടിയിൽ പ്രതിഷേധവുമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പാലക്കാട്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുഷ്ടലാക്കോടെയെന്നും ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും T രാമകൃഷ്ണൻ. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. മരിച്ചത് മാർട്ടിൻ എൽസി ദമ്പതികളുടെ 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുള്ള എമിലീന മരിയ മാർട്ടിൻ. മൂത്ത സഹോദരി അലീന അപകടനില തരണം ചെയ്തു. അമ്മ എൽസി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. 1.5 മാസം മുൻപാണ് കുട്ടികളുടെ പിതാവ് മാർട്ടിൻ മരിച്ചത്. ദുരിതമൊഴിയാതെ ഒരു കുടുംബം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-നായിരുന്നു സംഭവം. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലെത്തിയതായിരുന്നു. തുടർന്ന് പുറത്തുപോകാനായി 3 മക്കളുമായി കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാറിന്റെ പിൻഭാഗത്തുനിന്ന് തീ പടരുകയായിരുന്നുവെന്ന് സംഭവസ്ഥലത്തെത്തിയവർ പറഞ്ഞു. ബഹളം കേട്ട് ആളുകളെത്തുമ്പോൾ കുട്ടികളെ കാറിന് പുറത്തെത്തിച്ച് നിലത്തു കിടത്തിയ നിലയിലായിരുന്നുവെന്നും എൽസിയുടെ ശരീരത്തിൽ തീ പടർന്നു പിടിച്ചിരുന്നുവെന്നും സമീപവാസികൾ പറഞ്ഞു. നാട്ടുകാർ വെള്ളം പമ്പ് ചെയ്താണ് തീയണച്ചത്. 1.5 മാസം മുൻപാണ് മാർട്ടിൻ മരിച്ചത്. അസുഖബാധിതയായിരുന്ന എൽസി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏറെ നാളത്തെ അവധിക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ജോലിയിൽ പ്രവേശിച്ചത്. പൊള്ളലേറ്റവരെ ആദ്യം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സംഭവസ്ഥലത്തെത്തിയ ചിറ്റൂർ പോലീസ് ഇൻസ്പെക്ടർ J മാത്യു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിന് അർഹത നേടി കുളപ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണിത്. 2 ലക്ഷം രൂപയാണ് പുരസ്കാരം. കായകൽപ്പ പുരസ്കാരം മാനദണ്ഡത്തിൽ 91.3% മാർക്ക് നേടാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കഴിഞ്ഞു. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കുളപ്പുള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്തിമ പറഞ്ഞു. കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ 91.3% മാർക്കാണ് ആശുപത്രി നേടിയത്. 88.2 മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം 2ാം സ്ഥാനവും 85% മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവർക്ക് 50,000 രൂപയാണ് അവാർഡ്. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെൻ്ററിന് ഈ വർഷവും കായകൽപ്പം അവാർഡ് ലഭ്യമായി. 2 ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെൻ്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും. കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെൻ്ററിന് സംസ്ഥാനത്ത് 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇത്തവണ ഏതാണ്ട് 71 ഹെൽത്ത് സെൻ്ററുകളോട് മത്സരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ 1ാമതായി. ഇപ്പോൾ സ്റ്റേറ്റിൽ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജില്ലാടിസ്ഥാനത്തിലാണ് മത്സരം. ആ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഷൊർണൂർ നഗരസഭയുടെ കീഴിലുള്ള ഈ ഹെൽത്ത് സെൻ്ററിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമായത്.
അവാർഡിന് പിന്നിൽ ആശുപത്രിയിലെ ജീവനക്കാർ, അതുപോലെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, അവിടെയുള്ള അയ്യങ്കാളി തൊഴിലുറപ്പുകാർ, ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ അതിൻ്റെ PRO ഉൾപ്പെടെയുള്ള ഡോക്ടർ റോഷ് ഉൾപ്പെടെയുള്ളവരുടെ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 15 ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ വർഷം 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ അംഗീകരിച്ച ഫോർമുല കോടതിയിൽ സിംഗിൾ ബെഞ്ച് റദ്ദു ചെയ്യുകയുണ്ടായി. അപ്പീൽ കൊടുത്തെങ്കിലും മേൽക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവയ്ക്കുകയാണുണ്ടായത്. AICTയുടെ സമയക്രമം മുൻവർഷത്തെ രീതിയിൽ നടപടിയുമായി മുന്നോട്ടു പോവുകയായിരുന്നെന്നും മന്ത്രി സൂചിപ്പിച്ചു. 2012 പ്രക്രിയ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതിലിപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റേതാണ് എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടക്കുകയാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. സർക്കാർ പരീക്ഷ എഴുതിയ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ഒരു അനീതി ഉണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് 2012 മുതൽ തുടർന്നു വരുന്ന ഫോർമുലയുടെ ഭാഗമായിട്ട്, സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഡിസ്പാരിറ്റി സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അതിനെ തുടർന്ന് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദ് ചെയ്യുകയുണ്ടായി. അപ്പീൽ കൊടുത്തു. മേൽക്കോടതിയും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തുടർന്ന് ഇനി AICTEയുടെ സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് 2012 മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് പണം നൽകി വരുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കുമെന്നും സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളതെന്നും ധനമന്ത്രി തൃശൂരിൽ പറഞ്ഞു. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ല എന്നായിരുന്നു CPI തൃശൂർ ജില്ലാ സമ്മേളന പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നുവന്നത്. ഈ വിമർശനത്തിന് മറുപടിയുമായാണ് ധനമന്ത്രി രംഗത്ത് വന്നത്. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് പണം അനുവദിക്കുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. ഇടതുപാർട്ടികളുടെ സമ്മേളനത്തിൽ വിമർശനം സ്വാഭാവികമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതൊക്കെ CPIയുടെ സമ്മേളനത്തിൽ എന്താ പറയുന്നത് നമുക്ക് അറിയില്ല. ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ വരുന്ന വിമർശനങ്ങളുടെ പുറത്തറിയില്ല. വിമർശനം കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പരിപാടി പറഞ്ഞിട്ട് അതിനായിട്ട് ആ പരിപാടി എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം, അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഉദാഹരണം, ജലജീവന് ബഡ്ജറ്റ് വെച്ചത് കഴിഞ്ഞ 5 വർഷമായിട്ട് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം കൊടുക്കേണ്ടി വരും. എഡ്യൂക്കേഷന് ഇപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, കേന്ദ്ര ഗവൺമെൻറ് പണം തരാമെന്ന് തരുന്നില്ല. ഇപ്പോൾ SSK അതുപോലെ സ്പെഷ്യൽ ടീച്ചർ പണം തരുന്നില്ല. പണം തന്നില്ല എന്ന് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞുവിടാൻ പറ്റും, ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും. ഇപ്പം കാരുണ്യം 700 കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസ് വരുന്നത്. 1400 കോടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്, അതിൻ്റെ പ്രാവശ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയാണ് ഒരു വർഷം ശരാശരി ചെലവാണ്. ഇപ്പോൾ അത് 1,70,000 കോടിയാണ്. ഈ വർധന എല്ലാവർക്കും ആനുപാതികമായാലും നമ്മൾ എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ 50,000-ലധികം കോടി രൂപ ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിയമസഭയിൽ വെച്ച കണക്ക്, അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്ക്, ഇതെല്ലാം അനുസരിച്ചാണ്. ഞങ്ങളിത്
ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് കളക്റ്റീവായിട്ട് ഇക്കാര്യം കൊണ്ടുപോവാണ്. പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ വേറെ വ്യത്യസ്തമായ കാര്യമില്ല. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയാണ് വിദ്യാലയത്തിന്റെ നടത്തിപ്പ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് വിമത ജനറൽ കൺവീനർ എ മുഹമ്മദ് അലി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആരോപണത്തോടെ മുസ്ലിം ലീഗ് പുതുനഗരം കമ്മിറ്റിയിൽ ഭിന്നത രൂക്ഷം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ട് ഇല്ലെന്നാണ് ഇപ്പോൾ വിമത ജനറൽ കൺവീനർ എ മുഹമ്മദ് അലി പറഞ്ഞു. പുതുനഗരം MES വിദ്യാലയത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അധ്യാപക നിയമനം ഉൾപ്പെടെ പല വിധത്തിലും വിദ്യാലയത്തിൽ ക്രമക്കേടും അഴിമതിയും നടക്കുകയാണെന്നും ആരോപിച്ചു. സ്കൂൾ നടത്തിപ്പ് നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമനങ്ങൾ നടക്കുന്നത്. വിദ്യാലയത്തിലെ വരവ് ചെലവ് കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നില്ല. സ്കൂൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് പുതുനഗരം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്നും വിമത ജനറൽ കൺവീനർ എ മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയോ ജനറൽ ബോഡി യോഗമോ വിളിച്ചു ചേർക്കാതെ ഏകാധിപത്യപരമായാണ് ലീഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ ലീഗ് ഘടകങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതുകൊണ്ടാണ് ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്നും സ്വതന്ത്ര പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത്. അറിഞ്ഞതുകൊണ്ട് ഞങ്ങളെ 4 ആളെ സസ്പെൻഡ് ചെയ്തതായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. നിങ്ങൾ പറയുകയാണെങ്കിൽ 35 മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തൊരു കത്ത് അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ 35 കമ്മിറ്റി അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യണം. കൂടാതെ ഞങ്ങൾ 21 അംഗ കമ്മിറ്റിയുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ആലോചിച്ച് പാർട്ടിയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കടുക് മണിയോളം താഴ്ന്ന് പാർട്ടിയെ സ്നേഹിച്ചു നിന്നു. പക്ഷേ അവിടെ നടക്കുന്നത് കോടികളുടെ അഴിമതി എന്ന് പറയാം. ഈ അഴിമതിയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്ന്, സ്കൂളിൻ്റെ പ്രവർത്തനം തന്നെ ആകെ അവതാളത്തിലായിരിക്കണം. അതായത് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി പുതുനഗരം പഞ്ചായത്തിലെ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജോലി കൊടുക്കും. FTM ആയിട്ട് സ്കൂളിൽ FTM ആയിട്ട് ജോലി കൊടുക്കും. അവർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആണ് പിന്നെ ജോലി മേടിക്കുന്നവരെ പാർട്ടിയും എല്ലാം ജോലി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്നത് അവരാണ്. വിദ്യാലയത്തെ തകർക്കുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്നും എ മുഹമ്മദ് അലി പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കാണിച്ച് എ മുഹമ്മദ് അലി, N ഉമ്മർ ഫാറൂഖ്, HM മുഹമ്മദ് ഹുസൈൻ, KS മുഹമ്മദ് അലി എന്നിവരെ ലീഗ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ നേരത്തെ രാജിവെച്ചവരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് എ മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. പുതുനഗരം പഞ്ചായത്തിലെ വിമത ലീഗ് മെമ്പർമാർ രാജിവെച്ചാൽ ഭരണം BJPക്ക് അനുകൂലമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ വിമത ഭാരവാഹികളായ ചെയർമാൻ എ സൈനുലാബുദ്ദീൻ, ട്രഷറർ MS അബ്ദുൽ കരീം, പഞ്ചായത്ത് അംഗം റസൂൽ ഹാക്ക് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലെ നിയമവിരുദ്ധ നിർബന്ധിത ഡിജിറ്റൽ പണമിടപാട് നിർത്തലാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. നിയമവിരുദ്ധമായ നിർദ്ദേശം പാലക്കാട് ഡിവിഷൻ പ്രദേശത്ത് മാത്രമാണെന്നും MP പറഞ്ഞു. ഡിജിറ്റൽ പണമിടപാട് നടത്താൻ സാധിക്കാത്ത യാത്രക്കാർക്ക് ടിക്കറ്റ് നിഷേധിച്ച സംഭവത്തിൽ പാലക്കാട് സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയതായും MP. ഈ നിയമവിരുദ്ധ നിർദ്ദേശം പാലക്കാട് ഡിവിഷൻ പ്രദേശത്തെ മാത്രമാണ്. റിസർവ് ബാങ്ക് ഇതുവരെ കറൻസി അച്ചടിക്കുന്നത് നിർത്തിയിട്ടില്ലാത്തതിനാലും രാജ്യത്തെ പണമിടപാടുകൾ നിർത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ മാത്രം പണമിടപാട് നടത്തുവാൻ യാത്രക്കാരെ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതു സംബന്ധിച്ച് പൊതുജനങ്ങൾ നിരവധി പരാതി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ആളുകളുടെയും കൈവശം മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തെപ്പറ്റി ഭൂരിഭാഗം സാധാരണക്കാർക്ക് അറിവില്ലാത്തതിനാലും ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ മാത്രമേ ടിക്കറ്റ് നൽകുകയുള്ളൂ എന്ന് റെയിൽവേയുടെ തീരുമാനം സാധാരണക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതിനാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ മാത്രമേ റെയിൽവേ ടിക്കറ്റിന് പണം സ്വീകരിക്കുകയുള്ളൂ എന്ന് നിയമവിരുദ്ധമായി നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. പണം കൊണ്ടുവരുന്ന യാത്രക്കാർക്ക് നിലവിലെ രീതിയിൽ ടിക്കറ്റ് ലഭ്യമാക്കുന്ന രീതി തുടരണമെന്നും MP ആവശ്യമുന്നയിച്ചു. ഈ നിയമവിരുദ്ധ നിർദ്ദേശം റെയിൽവേ ടിക്കറ്റ് വിൽക്കുന്ന സ്വകാര്യ ഏജൻസികളെ സഹായിക്കാനാണെന്നും MP ആരോപിച്ചു. ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ ബോർഡ് ചെയർമാനും MP കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
റെയിൽവേ സ്റ്റേഷനുകളിൽ റിസർവേഷനും ടിക്കറ്റിനും നിർബന്ധമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വേണമെന്ന നിബന്ധനയ്ക്ക് എതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്ത് നോട്ട് നിരോധനം ഇല്ലെന്നിരിക്കെ ഇത്തരം നിബന്ധന വയ്ക്കുന്നത് സ്വകാര്യ ടിക്കറ്റ് വിൽപ്പനക്കാരെ സഹായിക്കാനാണെന്നും സമരക്കാർ ആരോപിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വരെ പരിധിയിൽ സ്വകാര്യ സ്ഥലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾ പോലും നോ പാർക്കിങ്ങിന്റെ പേരിൽ ഗുണ്ടായിസം കാണിച്ച് ഫീസ് പിരിച്ചെടുക്കുകയാണെന്നും ഇത് സ്വകാര്യ കരാറുകാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള റെയിൽവേ പോലീസിന്റെ നീക്കമാണെന്നും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജംഗ്ഷനകത്തുള്ള ഈ നടപടി ഇത് ഇവിടുത്തെ DRM-ഉം ബന്ധപ്പെട്ട കക്ഷികളും ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പിൻവലിക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, S സേവിയർ, അനിൽ ബാലൻ, A കൃഷ്ണൻ, പ്രഫുൽകുമാർ, ജലാൽ തങ്ങൾ, M പ്രശോഭ്, V ആറുമുഖൻ, KN സഹീർ, ഉമ്മർ ഫാറൂഖ്, രാധാ ശിവദാസ്, ശാന്തി നടരാജൻ, നഗരസഭാ അംഗങ്ങളായ D ഷജിത് കുമാർ, മിനി ബാബു, അനീഷ് പൂളക്കാട്, ഇസ്മയിൽ ഒലവക്കോട്, S ശെൽവൻ, കാജ ഹുസൈൻ, ആഷിഖ് ഒലവക്കോട്, ഷിഹാബ്, റിയാസ് കബീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ദുഷ്ടലാക്കോടെയെന്നും ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിനകം 10 കോടി പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമാണെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ബാങ്കിലെ ജീവനക്കാർ. സഹകരണ ബാങ്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നത് സഹകരണ വകുപ്പ് നടത്തുന്ന പരീക്ഷ വിജയികളാണ്. കഴിഞ്ഞ 1 മാസത്തിനകം 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണവും അവാസ്തവമാണ്. കഴിഞ്ഞ ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. കേവലം ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം വിവിധ ജനകീയ ആവശ്യങ്ങളും കാർഷിക ആവശ്യങ്ങളും മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഏത് ആരോപണവും നേരിടാനും തയ്യാറാണ്. ഡിഗ്രി യോഗ്യത വേണം. കേരളത്തിൽ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ബിരുദത്തിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേറൊരു അംഗീകാരം ആവശ്യമില്ല. ഇപ്പൊ കുറെ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് തന്നെയാണ് ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വാലിഡേഷൻ അതിന്റെ ആവശ്യമില്ല. അതാണ് ഒരു കാര്യം അതിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2 തരത്തിലാണ് ബാങ്കിൽ നിയമനം നടക്കുക. ഒന്ന് ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റത് ലാസ്റ്റ് ഗ്രേഡ് നിയമനമാണ് നടക്കുക. ഇതിൽ ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് പരീക്ഷ നടത്തുന്നത്. അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ബാങ്കിന് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഭാഗ്യ ഇടപെടലിനും കഴിയില്ല. കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിൽ ചെന്നാൽ കാണാം ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത്. കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചു വരുന്നവരാണ്. അതേസമയം ലാസ്റ്റ് ഗ്രേഡ് നിയമനമുണ്ട്. അതിനും പ്രത്യേക ഏജൻസി, സർക്കാർ അംഗീകരിക്കുന്ന പ്രത്യേക ഏജൻസികൾ പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് നിയമനവും നടക്കുന്നത്. അതിലും മറ്റൊരു ഇടപെടലും നടത്താൻ കഴിയില്ല. ബാങ്കിനെതിരെ നടത്തിയ ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി C രമേശ്, വൈസ് പ്രസിഡന്റ് ജയകുമാർ K, ഡയറക്ടർമാരായ K അംബുജാഷി, P ബാലചന്ദ്രൻ, ബിജു C എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികയുടെ 1.5 പവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രദേശവാസി അറസ്റ്റിൽ. പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാത്തൊടി വീട്ടിൽ 40-കാരനായ പ്രസാദാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. പാലപ്പുറം അഴിക്കലപ്പറമ്പ് വെള്ളിപുലാക്കിൽ 76-കാരിയായ രാധയുടെ കഴുത്തിൽ നിന്നും 1.5 പവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിലാണ് പ്രദേശവാസിയായ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാത്തൊടി 40-കാരൻ പ്രസാദ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മാല പൊട്ടിക്കൽ നടന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഒറ്റപ്പാലം പോലീസിന് തിരിച്ചറിയാനായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ഒരു റെയിൻകോട്ടും പിടിച്ച് ഒരാൾ നടന്നു പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. സംഭവം നടന്നതിന് ശേഷം ഇതേ കോട്ട് ധരിച്ച് ഇയാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായതും പിടികൂടാനുമായത്. പ്രതി ഉപയോഗിച്ചിരുന്ന കോട്ട് അഴിക്കലപ്പറമ്പ് റോഡരികിൽ നിന്നും
അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലെ ബേക്കറി കടയിലാണ് പ്രതി പ്രസാദ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ സംഭവ ദിവസം ഇയാൾ ജോലിക്ക് എത്തിയിരുന്നില്ല. ഇത് പോലീസിന് സംശയത്തിനിടയാക്കി. മോഷ്ടിച്ച മാല പട്ടണത്തിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായാണ് സൂചന. ഇത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി കോൺഗ്രസ് ഓഫീസ് തർക്കം. മുനിസിഫ് കോടതി ഇഞ്ചക്ഷൻ ഓർഡർ റദ്ദാക്കി. തർക്കത്തെ തുടർന്ന് 1 മാസത്തോളമായി അടച്ചിട്ട വാടക കെട്ടിടത്തിൽ ആരും പ്രവേശിക്കരുത് എന്ന ഇഞ്ചക്ഷൻ ഓർഡറാണ് ആലത്തൂർ മുനിസിഫ് കോടതി റദ്ദാക്കിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM ഓഫീസാക്കാനുള്ള ശ്രമത്തെ തുടർന്ന് ഉണ്ടായ തർക്കത്തിൽ മോഹൻകുമാർ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ ഓർഡർ ആലത്തൂർ മുനിസിഫ് കോടതി റദ്ദാക്കി. തർക്കത്തെ തുടർന്ന് 1 മാസത്തോളമായി അടച്ചിട്ട വാടക കെട്ടിടത്തിലെ ഓഫീസിൽ ആരും പ്രവേശിക്കരുതെന്ന ഇഞ്ചക്ഷൻ ഓർഡറാണ് ആലത്തൂർ മുനിസിഫ് കോടതി റദ്ദാക്കിയത്. അടച്ചിട്ട ഓഫീസിന്റെ തീർപ്പ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പുറപ്പെടുവിച്ചത്. ഓഫീസ് 1 മാസത്തോളമായി പോലീസ് കാവലിലായിരുന്നു. കോടതി വിധിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. മുനിസിഫ് കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന് കോൺഗ്രസ് വിട്ട കെ മോഹൻകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റും. 4, 5, 6 പ്ലാറ്റ്ഫോമുകളിലെ കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. നിലവിലെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകൾ പഴയ RMS പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റും. നിലവിലെ കെട്ടിടങ്ങളിലുള്ള വിവിധ ഓഫീസുകൾ മുൻപ് RMS ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നത് എന്നാണ് റെയിൽവേ പറയുന്നത്. പകരം പൊളിച്ചുമാറ്റുന്ന ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കും. കച്ചവട സ്റ്റാളുകളും വർദ്ധിപ്പിക്കും. 3 പ്ലാറ്റ്ഫോമുകളിലായി 10-ലധികം മുറികളാണ് പഴയ കെട്ടിടത്തിലുള്ളത്. കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതോടെ പ്ലാറ്റ്ഫോമുകളുടെ വീതിയും വർദ്ധിക്കും. 4, 5 പ്ലാറ്റ്ഫോമുകളിലെ 2 ഭാഗത്തും പഴയ കെട്ടിടങ്ങളുള്ളതിനാൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കുറവാണ്. 6, 7 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് പഴയ കെട്ടിടങ്ങളുടെ എണ്ണം കുറവുള്ളത്. RMS ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിൽ തന്നെ ഇത്രയധികം ഓഫീസുകൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് മറ്റൊരു കെട്ടിടം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ ആവശ്യം അംഗീകരിച്ചില്ല. പ്ലാറ്റ്ഫോം നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങും എന്നാണ് റെയിൽവേ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയിലെ ആയുർവേദ വിഭാഗത്തിൽ ചികിത്സ നടത്തുന്നത് അടിസ്ഥാന യോഗ്യതയില്ലാത്തവരാണെന്ന് കല്ലേക്കാട് സഹകരണ ആശുപത്രി ആയുർവേദ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ KV വിജിത്ത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യ വിഭാഗം, മെഡിക്കൽ കൗൺസിൽ, ജില്ലാ കളക്ടർ, പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടായില്ലെന്നും ഡോക്ടർ വിജിത്ത് പറഞ്ഞു. സഹകരണ ആശുപത്രി അധികൃതരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഡോക്ടറുടെ നിയമനം, ആരോഗ്യ സംരക്ഷണ നിർണയം, പരിചരണം, ചികിത്സ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്കാണ്. നിയമവിരുദ്ധമായി സഹകരണ ആശുപത്രിയിലെ ആയുർവേദ ചികിത്സ നടത്തുന്ന 2 പേർക്ക് അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവരാണ്. TCMC കൗൺസിൽ അംഗീകാരമുണ്ടെന്ന പേരിൽ പഞ്ചകർമ്മ വിദഗ്ധനായും പാരമ്പര്യ ചികിത്സകനുമായാണ് 2 പേർ ചികിത്സ നടത്തുന്നത്. വ്യാജ ചികിത്സ നടത്തുന്ന 2 പേർക്കെതിരെയും മാനേജ്മെൻറ്റിന് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് മെഡിക്കൽ കൗൺസിൽ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ആരോഗ്യ വിഭാഗം, മെഡിക്കൽ കൗൺസിൽ, SP, കളക്ടർ എന്നിവർക്ക് താൻ പരാതി നൽകിയതെന്നും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ വിജിത്ത് പറഞ്ഞു. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ നൽകിയിട്ടും അന്വേഷണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു വ്യാജ വൈദ്യം നമ്മുടെ നാട് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് ഇത്തരത്തിലൊരു വ്യാജ വൈദ്യം ഇത്ര വലിയൊരു ഹോസ്പിറ്റലിൽ ഇപ്പോഴും വർഷങ്ങളോളം തുടർന്ന് പോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള ആയുർവേദ ഡോക്ടർമാർ 5-6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് പ്രാക്ടിക്കൽസും വൈവിയും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത്തരം ഒരു അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത അഷ്ടവൈദ്യന്മാരുണ്ട്, അല്ലെങ്കിൽ B ക്ലാസ് രജിസ്ട്രേഷൻ വൈദ്യന്മാരുണ്ട്. നമ്മൾ അവരെയൊന്നും തള്ളി പറയുന്നില്ല. പക്ഷെ ഒരു അംഗീകൃത യോഗ്യതയില്ലാത്ത ഒരാൾ വന്നിട്ട് ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ ബാലസുബ്രഹ്മണ്യം പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് എന്നാണ് അയാൾ വെച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? 5-6 കൊല്ലം AMS പഠിച്ച് വീണ്ടും ഒരു 3 കൊല്ലം MD ചെയ്താൽ മാത്രമാണ് ഒരു പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അയാൾക്കൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 40 വയസ്സാണ് പ്രായം. കാരണം ഇന്നത്തെ കാലത്തിൽ B ക്ലാസ് രജിസ്ട്രേഷൻ ഉള്ള ഒരു വൈദ്യന് ചുരുങ്ങിയത് 75-80 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവും. ഈ പറയുന്ന 2 വ്യക്തികൾക്കും അതില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, രജിസ്ട്രാർ കേരള മെഡിക്കൽ സർവീസസ്, ദെൻ ജില്ലാ കളക്ടർ, അലോപ്പതി DMO, ആയുർവേദ DMO, SP, SHO ഇത്രയും ആൾക്കാർക്ക് കഴിഞ്ഞ ശനിയാഴ്ച
രജിസ്ട്രേഡ് പോസ്റ്റ് വഴിയും ഇമെയിൽ വഴിയും ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഈ സമയം വരെ ഈ ഒരു അധികാരികളിൽ നിന്നും എനിക്ക് ഫോണായിട്ടോ ഇമെയിലായിട്ടോ ലെറ്റർ ആയിട്ടോ ഒരു മറുപടി ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്റെ മുമ്പിലുള്ള മാർഗം ഇത്തരത്തിലുള്ള ഒരു ക്രാക്കിനെ അല്ലെങ്കിൽ ഒരു വ്യാജനെ പുറത്ത് കാണിക്കാനായിട്ടുള്ള മാർഗം ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നാലമ്പല ദർശനയാത്ര സംഘടിപ്പിക്കും. തിരുവല്ലോമല ശ്രീ വില്ലോദരിനാഥ ക്ഷേത്രം, കുഴൽമന്ദം പുൽപ്പരാബന്ധം ഭരതക്ഷേത്രം, കുത്തന്നൂർ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രം ഉൾപ്പെടുന്നതാണ് നാലമ്പല ദർശനയാത്ര. തൃശൂർ ജില്ലയുടെ അതിർത്തിയിലെ തിരുവല്ലോമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്ത് പുൽപ്പരാനം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ച് 22 കിലോമീറ്ററിനുള്ളിൽ ഒരു നാലമ്പല ദർശനം ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുവരുന്നുണ്ട്. ധാരാളം ആളുകൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരാറുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. തിരുവല്ലോമല ശ്രീ വില്ലോദരിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരുടെ ദർശനം കഴിഞ്ഞ് പെരിങ്ങോട്ടുകുറിശി കോട്ടായി വഴി കുഴൽമന്ദം CI ഹൈസ്കൂൾ റോഡ് വഴി പുൽപ്പുരമന്ദത്തെത്തി ഭരതപുരത്തെത്തി ഭരതനെ തൊഴുത് നേരെ കുത്തന്നൂർ റോഡിൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ശത്രുഘ്നനെ കൽക്കുളത്ത് തൊഴുത് തിരിച്ച് നാലമ്പല ദർശന പുണ്യം പൂർത്തിയാക്കാം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം കേവലം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. താരതമ്യേന തിരക്ക് കുറഞ്ഞതും പ്രകൃതിരമണീയമായ ഒരു ദർശന പാതയുമാണിത്. ഭക്തർക്ക് തിരുവല്ലോമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. തിരുവല്ലോമല ശ്രീ വില്ലോദരിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദകൂട്ട ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് മെഡിക്കൽ സഹായവും പോലീസ് വിഭാഗവുമായി സഹകരിച്ച് സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 നാലമ്പല ദർശനം ജൂലൈ 17 കർക്കിടക മാസം 1-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. കൊച്ചി ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനം ഇരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവല്ലാമല വില്ലോദരിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി KSRTCയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് DMOയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി വില്ലോദരിനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനായി കത്ത് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ്, കുടിവെള്ളം സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി P. ബിന്ദു, ദേവസ്വം ബോർഡ് അംഗം SR ഉദയകുമാർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം മാനേജർ S. വിജയകുമാർ, ഭരതക്ഷേത്രം പ്രതിനിധി S. പ്രദീപ്, ശത്രുഘ്ന ക്ഷേത്ര പ്രതിനിധി വിജയകുമാരൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വടനംകുറിശി MTS ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. മൈനോറിറ്റി കോൺഗ്രസ് പാലക്കാട് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, UDF പഞ്ചായത്ത് കൺവീനർ TP സലീം, V. അബൂബക്കർ സിദ്ദിഖ്, A. ശ്രീനിവാസൻ, PM വിശ്വനാഥൻ, ഗോപികൃഷ്ണൻ, EP അസീസ് എന്നിവർ സംസാരിച്ചു. ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന വടനംകുറിശി മേൽപ്പാലം പണി ഉടൻ പൂർത്തീകരിക്കണമെന്നും പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം വൻ പ്രക്ഷോഭ പരിപാടികളുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സ്ലാബുകൾ കൂട്ടിയോജിക്കുന്ന സ്ഥലത്തെ ടാറിംഗ് പോയതിനെ തുടർന്ന് ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. സമാന രീതിയിൽ 3 വർഷങ്ങൾക്ക് മുൻപ് ഗർത്തം രൂപപ്പെടുകയും ഇരുചക്ര വാഹന യാത്രക്കാരൻ തെറിച്ചു വീണ് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിനംപ്രതി 2 ജില്ലകളിലേക്കുമായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നത്. ഇതുകൂടാതെ വളരെ ഭാരം കയറ്റിയ ലോറികളും പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ ശബ്ദത്തോടു കൂടിയാണ് ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. അടിയന്തരമായി അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു ദുരിതം കാണാൻ ഇടവരുമെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം PC നാരായണൻകുട്ടി പറഞ്ഞു. പാലക്കാട് തൃശ്ശൂർ ജില്ലയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഭാരതപ്പുഴ കുറുകെയുള്ള പുതിയ കൊച്ചി പാലം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കനത്ത മഴയെ കാരണം കൊണ്ട് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം മറ്റേ കോൺക്രീറ്റ് ചെയ്ത ഗ്യാപ്പുകളെല്ലാം ടാറെല്ലാം ഇളകിപ്പോയി ഭയങ്കരമായ കട്ടറുകളും വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര സൗണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ പാലം കിടക്കുന്നത്. അത് അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ച് ഉടനെ സഞ്ചാരയോഗ്യമാക്കി സുഖമായ യാത്രയ്ക്ക് ചെയ്തു തരാനുള്ള സൗകര്യം ചെയ്യണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ സൈദാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എസ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MA നാസർ, AK മൂസ മാസ്റ്റർ, VK ഉമ്മർ, K നബീസ ടീച്ചർ, നന്ദിനി, മോഹനൻ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിൽ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി ഒട്ടനേകം ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ അഭിരുചിയെ കൂടുതൽ ശാക്തീകരിക്കാനും അവരുടെ കൂടി താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവരെയും USS, NMMS തുടങ്ങിയ വിവിധ സ്കോളർഷിപ്പ് ലഭിച്ചവരെയുമാണ് അനുമോദിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റുകൾ സമ്മാനിച്ചു. പ്രിൻസിപ്പൽ P മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ K സുരേഷ് കുമാർ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, വാർഡ് മെമ്പർ A വിജിത, PTA പ്രസിഡന്റ് K ബാബുരാജ്, SMC ചെയർമാൻ KP ഹരികൃഷ്ണൻ, MPTA പ്രസിഡന്റ് ശാലിനി, മുൻ പ്രധാനാധ്യാപകരായ M കല്യാണിക്കുട്ടി, MC ഉണ്ണികൃഷ്ണൻ, മുൻ അധ്യാപകരായ PC ചന്ദ്രഭാനു, PP ഹരിദാസ്, K സതീഷ് കുമാർ, P ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU മങ്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാദേവി ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായിരുന്നില്ല. 78 മുന്നേ റിട്ടയർ ചെയ്തവർക്കാർക്കും അവർക്കെല്ലാം വെറും ബേസിക് പെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. 78 മുന്നേ റിട്ടയർ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിന്റെ പരിസരത്ത് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. 78 മുന്നേ റിട്ടയർ ചെയ്തവർക്ക് വെറും ബേസിക് പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. DR ഉണ്ടായിരുന്നില്ല. 78-ലാണ് നിരന്തരമായ 78 വരെയുള്ള വിവിധ സംഘടനകളുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് DR വന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PP പ്രേമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നവാഗതർക്ക് സ്വീകരണം നൽകി. മുതിർന്ന പെൻഷൻകാരെയും ആദരിച്ചു. സ്റ്റേറ്റ് കൗൺസിലർമാരായ P രാജഗോപാലൻ മാസ്റ്റർ, MC വാസുദേവൻ മാസ്റ്റർ, KM ബാലകൃഷ്ണൻ മാസ്റ്റർ, K വെള്ളപ്പൻ, KP ചാമുണ്ണി എന്നിവർ സംസാരിച്ചു. VI വേലായുധൻ സ്വാഗതവും MK ശിവദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. രാവിലെ സമ്മേളന നഗറിൽ AIKS ഏരിയ പ്രസിഡന്റ് NS ജെയിംസ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം 54 കരാറുകൾ വിദേശ രാജ്യങ്ങളുമായി ഒറ്റയ്ക്കും വിദേശ രാജ്യങ്ങളുടെ കൂട്ടായ്മകളുമായെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ ചിരപരിചിതമായ ഒരു കരാറേ ഉള്ളൂ, ASEAN കരാർ. ബാക്കിയുള്ള കരാറുകളെക്കുറിച്ചൊക്കെ നമ്മൾ മിക്കവാറും അജ്ഞരാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പോലും അത് നമ്മൾ അവഗണിക്കാറുണ്ട്. ASEAN കരാറിനെതിരെ ഉയർന്നു വന്ന
വലിയ പ്രക്ഷോഭമാണ് ആ രംഗത്ത് അതിൻ്റെ ശ്രദ്ധ നമ്മളിൽ ഊന്നാനിടയായത്. ആസിയാൻ കരാറിനെതിരെയുള്ള അത് 10 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ കരാറിനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് കേരള കർഷക സംഘവും AIKSുമാണ്. നമ്മുടെ ആദ്യത്തെ സമരം ഞാനിപ്പോഴും ഓർക്കുക. ഡെങ്കൽ ഡ്രാഫ്റ്റ് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ സമരം ആരംഭിച്ചത്. ഡെങ്കൽ ഡ്രാഫ്റ്റിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഏരിയ പ്രസിഡന്റ് NS ജെയിംസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PA സാബു, ഏരിയ സെക്രട്ടറി KK ബാബു, ഏരിയ ട്രഷറർ NG പ്രഭാകരൻ, മറ്റു നേതാക്കളായ CP ഹരിദാസ്, PT രാജേന്ദ്രകുമാർ, UB കണ്ണൻ, U പ്രവീൺ, P സാബിറ, നിർമ്മല രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വള്ളത്തോൾ നഗർ, വരവൂർ, ദേശമംഗലം, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 5 പഞ്ചായത്തിലെ 100 കണക്കിന് സ്ത്രീകളടക്കമുള്ള കർഷകരുടെ നേതൃത്വത്തിലുള്ള സമ്മേളനമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU ലക്കിടി പേരൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് അസോസിയേഷൻ, പെൻഷേഴ്സ് സംഘ്, ഓർഗനൈസേഷൻ തുടങ്ങി ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിച്ച് 91 കാലഘട്ടം വരെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 1991 നിലവിലുള്ള ഭാരവാഹികളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് എന്താണ് ഇതിന് പോൻവഴി എന്ന് ആലോചിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അന്നത്തെ അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇപ്പോൾ മരണപ്പെട്ടു പോയ ശ്രീ ചിത്രനമ്പൂരിപ്പോൾ. യൂണിറ്റ് പ്രസിഡന്റ് G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. N മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC, +2, LLM പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവൻ ഉണ്ണി, NM നാരായണൻ നമ്പൂതിരി, AK രാമൻ, P രാജൻ മാസ്റ്റർ, N മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മേരിക്കുട്ടി സ്വാഗതവും M സേതുമാധവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പാലക്കാട് ജില്ലാ സഹകരണ ഹോമിയോ ക്ലിനിക്കിന്റെയും വെൽഫെയർ പാർട്ടി 32ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും സാമൂഹിക ശുചിത്വത്തിലും പാലിക്കണമെന്നും പകർച്ചപ്പനി പ്രതിരോധ മാർഗങ്ങൾ മുൻകൂട്ടി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു. സഹകരണ ആശുപത്രി ബോർഡ് മെമ്പർ HM ഷരീഫ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ നസീഫ് N ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ നൌഫീജ, ബോർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ, വാർഡ് കമ്മിറ്റി ചെയർമാൻ P ലുക്മാൻ, വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് M ഫൈസൽ, ട്രഷറർ M സലാം, യൂണിറ്റ് പ്രസിഡന്റ് P അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് കൺവീനർ M റിയാസ് അലി സ്വാഗതവും സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് ഉപസമിതി സംഗമം നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷത വഹിച്ചു. 400ഓളം വരുന്ന അയൽക്കൂട്ട സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. സംസ്ഥാന മിഷൻ പ്രോഗ്രാം മാനേജർ നിഷാദ് ക്ലാസ് നയിച്ചു. കൗൺസിലർ ശോഭന, മെന്റർ കോർ ഗ്രൂപ്പ് അംഗം G മനു, മെന്റർ മിനി, കമ്മ്യൂണിറ്റി ഓർഗനൈസർ ബിജിത എന്നിവർ സംസാരിച്ചു. മാലിനി സ്വാഗതവും മിഷൻ മാനേജർ ജീഷ്മ നന്ദിയും പറഞ്ഞു. മണ്ണൂരിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച 2 ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, PU റജുല, PK അശ്വജിത്ത്, PC പ്രീദത്ത്, M ശിവപ്രകാശ്, സിദ്ദിഖ്, VM സത്യകുമാർ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ ക്ഷേത്ര മൈതാനത്തിന് സമീപവും പറയംകാടുമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വാണിജ്യം. ഷൊർണൂരിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. അക്കൗണ്ട്സ് സോൺ, സദ്ഗമയ HR കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ MK ജയപ്രകാശ് ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കമ്പനികളിൽ ജോലി നേടുന്നതിന് അവസരമൊരുക്കുന്നതിനായാണ് ഷൊർണൂരിൽ പ്രവർത്തിച്ചു വരുന്ന അക്കൗണ്ട്സ് സോൺ, സദ്ഗമയ HR കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടന്ന പരിപാടി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ പ്രശ്നമാണ് മാനേജ്മെന്റ്.
അത് മറ്റ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് ഇടപെടുന്ന കാര്യത്തിൽ നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, നല്ല മാർക്കുണ്ട് കേരളത്തിലെ കുട്ടികൾക്ക്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് ഇതിനകത്ത് കാണുന്ന മറ്റൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ ആവശ്യം തൊഴിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന സ്കില്ല് വളരെ കുറവാണ്. സ്കില്ലില്ല. ഇതിനാണ് നമ്മൾ ആദ്യം മുൻതൂക്കം കൊടുത്തിട്ട് വേണം ജോലിക്ക് ഇറങ്ങാൻ എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. അല്ലെങ്കിൽ കിട്ടില്ല. ചടങ്ങിൽ അക്കൗണ്ട്സ് സോൺ സിഇഒ KM ഷഹീം അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ മുഖ്യാതിഥിയായിരുന്നു. കൈവശം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാൻ, നിങ്ങളെ ജോലിക്ക് എടുക്കാൻ, നിങ്ങളെ ജോലി ചെയ്യിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും, മറിച്ച് കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തും മലയാളികളൊക്കെ തന്നെയാണെങ്കിൽ വിദേശങ്ങളിലും ആളുകളുണ്ട്. അത്തരം തീരെ മോശമല്ലാത്ത ഒരു തൊഴിൽ സംസ്കാരം കൊണ്ടു നടത്തുന്ന ആളുകളാണ് നമ്മൾ എന്നാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കാണുന്നത്. ഒരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ തന്നെയും ഇതുപോലെയുള്ള ഫെയറുകൾ ഒരു വലിയ ആസ്പെക്റ്റിൽ നടത്തുന്ന സമയത്ത് മലയാളികൾക്ക് വലിയ പ്രാമുഖ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരു ജോലി അന്വേഷക. ചടങ്ങിൽ സദ്ഗമയ HR കൺസൾട്ടൻസി ഡയറക്ടർ KP സുമ സ്വാഗതവും അക്കൗണ്ട്സ് സോൺ എക്സിക്യൂട്ടീവ് ഓഫീസർ PM അഫ്സത്ത് നന്ദിയും പറഞ്ഞു. 75 കമ്പനികളിലേക്ക് 536 വേക്കൻസിയാണ് ക്ഷണിച്ചത്. ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ വഴി രജിസ്ട്രേഷൻ നടത്തിയവരാണ് ജോബ് ഫെയറിൽ പങ്കെടുത്ത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി 600ഓളം പേർ ശനിയാഴ്ച നടന്ന ജോബ് ഫെയറിൽ പങ്കെടുത്തു. അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി നേടുന്നതിനു വേണ്ടിയുള്ള വ്യത്യസ്ത കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനമാണ് അക്കൗണ്ട്സ് സോൺ. ജോബ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനമാണ് സദ്ഗമയ HR കൺസൾട്ടൻസി. MSME കമ്പനിയുമായി സഹകരിച്ചാണ് ഇന്ന് ജോബ് ഫെയർ നടത്തിയതെന്നും അടുത്ത വർഷം മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഇത്തരത്തിൽ ജോബ് ഫെയർ നടത്തുമെന്നും അക്കൗണ്ട്സ് സോൺ എക്സിക്യൂട്ടീവ് ഓഫീസർ PM അഫ്സത്തെ പറഞ്ഞു. ഷൊർണൂരുള്ള അക്കൗണ്ടിംഗ് ട്രെയിനിങ് സെന്റർ ആയിട്ടുള്ള അക്കൗണ്ട് സോണും ഷൊർണൂരിനുള്ള ജോബ് കൺസൾട്ടൻസി ആയിട്ടുള്ള സദ്ഗമയും സംയുക്തമായിട്ടാണ് ഇന്ന് KVR സ്കൂൾ ജോബ് ഫെയർ നടത്തുന്നത്. ഈ ഒരു ജോബ് ഫെയറിൽ 75ഓളം കമ്പനികളും 536ഓളം വേക്കൻസീസ് ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ജോബ് ഫെയറിൽ 550ൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനാണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് MSME കമ്പനികളാണെങ്കിൽ പോലും അടുത്ത വർഷം MNC കമ്പനികൾ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കമേഴ്സ്യൽ ഡെസ്ക് STV ന്യൂസ്. അടിക്കടിയുള്ള വിമാന ദുരന്തം അധികാരികളുടെ അനാസ്ഥയാണോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങൾ നെടുമ്പാശ്ശേരി ഇതേപോലെ അവസ്ഥകളുണ്ടായി. ഓരോ എയർപോർട്ടുകളിൽ നിന്ന് വരുന്ന ഓരോ ന്യൂസുകൾ, ഓരോ ദിവസം കഴിയുമ്പോൾ ന്യൂസുകൾ ഈ ഫ്ലൈറ്റിനെ കുറിച്ച് അതിൽ അപകടം സംഭവിക്കുന്നു പറയുമ്പോൾ വളരെയധികം നിരാശാജനകമാണ്. കാരണം ഓരോ 2 ജീവിതം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി വിദേശ മലയാളികൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ ഇന്ത്യക്കാർ സഞ്ചരിക്കുന്ന, ഇവിടെ കഷ്ടപ്പാട് മടുത്തിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള അവർക്ക് ദാരുണമായിട്ടുള്ള ഈ അന്ത്യം ഉൾപ്പെടെയുള്ളത് സംഭവിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓപ്പറേറ്റർമാരുടെ അനാസ്ഥ തന്നെയാണ്. കാരണം നമ്മളൊരു സ്ഥിരമായ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊന്നും മനസ്സിലാക്കിയിട്ടും അത് എത്തുകയാണെങ്കിൽ എത്തട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്ന അതിൻ്റെ ഓപ്പറേറ്റർമാരുടെ വലിയൊരു അനാസ്ഥ തന്നെയാണ്. അതിന് ശാശ്വത നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മുടെ ഇന്ത്യയിലിപ്പോൾ അടുത്ത കാലങ്ങളിലായി ഒരുപാട് പ്ലെയിൻ ആക്സിഡൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലതും വിചാരിക്കും എന്താ സംഭവം ഇത്രത്തോളം. പല ദിവസങ്ങളിലും നമ്മൾ സാധാരണ ബസ് ആക്സിഡൻറ്റും ട്രാഫിക്കിലെ കാർ ആക്സിഡൻറ്റും പോലെയായിരിക്കും മാറിയിരിക്കുമ്പോൾ അത് ഇടയ്ക്കിടെ കംപ്ലൈൻറ്റ് വരിക, എന്നിട്ട് ഇറക്കുക. ഇന്നലെ കൂടിയിട്ട് നെടുമ്പാശ്ശേരിയിൽ ഒരു ഫ്ലൈറ്റ് പൊന്തി, അത് എന്തോ അവർ കംപ്ലൈൻറ്റ് തോന്നിയിട്ട് അവർ ഇറക്കി. അങ്ങനെ ഈ ഫ്ലൈറ്റ് പോയ ഫ്ലൈറ്റ് ഉടൻ അവർ യാത്ര അയക്കാൻ പോയവർ പുറത്ത് പോയി എയർപോർട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പോകുമ്പോഴേക്കും അവർ വീണ്ടും തിരിച്ച് ലാൻഡ് ചെയ്ത് പറയുമ്പോൾ മാനസികമായിട്ട് അവരെ കൊണ്ടാക്കാൻ പോയവർക്ക് എത്ര വർഷം ഉണ്ടാവും. ഇതിൽ ടെക്നോളജിയിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇതിലുള്ള ആ സൂപ്പർവൈസിങ് സെക്ഷൻ ഉണ്ടല്ലോ,
അപ്പോൾ അവിടെ AIME കഴിഞ്ഞ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കയറാൻ പാടുള്ളൂ. ഇത് മറ്റുള്ള ഇതൊന്നും ടെക്നോളജി ഒന്നും കഴിയാത്ത ആൾക്കാരെ കയറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇത് മുഴുവൻ കാരണം കാണുന്നത്. ഈ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് അവർക്ക് ഓരോരോ പാർട്ടുകൾ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ അവർക്കുള്ള നടപടികൾ ഇതിന് ചെയ്തതിനെതിരെ ഈ സൂപ്പർവൈസ് ചെയ്ത അതിന് സർട്ടിഫൈ ചെയ്ത ആൾക്കാരെ അവരുടെ പേരിൽ തക്കതായ നടപടി ശിക്ഷാ നടപടി സ്വീകരിക്കണം. അല്ലാതിരുന്നാൽ നമ്മുടെ ജീവനെയും കൊണ്ടുള്ള കളിയാണ്. ഇത് നമ്മളെ ഏറ്റവും സുരക്ഷയായി കരുതുന്ന ഒരു വിമാനമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സുരക്ഷ ഉണ്ട്. അതിലാണ് ഈ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഈ ആഭ്യന്തര വിമാന സർവീസുകളിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതിൽ അന്വേഷണം വേണം. ഇതിന് കൃത്യമായിട്ട് ഇത് പരിശോധനയോട് മാത്രമുള്ള പോകാൻ പാടുക. ഇത് വലിയൊരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാരും കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അപലപിക്കാനൊന്നും ആളുകൾ നോക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് നടക്കുകയാണ്. ഇതിന് സർക്കാർ കൃത്യമായിട്ട് പരിശോധനകൾ ക്ലിയറാക്കുക. അതിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അത് ഒരു വലിയ വീഴ്ചയാണെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചു. മരിച്ചത് മാർട്ടിൻ LC ദമ്പതികളുടെ 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുള്ള മരിയ മാർട്ടിൻ. മൂത്ത സഹോദരി അലീന അപകടനില തരണം ചെയ്തു. അമ്മ LC ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കുട്ടികളുടെ പിതാവ് 1.5 മാസം മുൻപ് മരിച്ചിരുന്നു. ദുരിതമൊഴിയാതെ ഒരു കുടുംബം. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം കുളപ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്. ജില്ലയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർഹത നേടിയത് 91.3% മാർക്കോടെ. കായകൽപ്പ പുരസ്കാരം 2 ലക്ഷം രൂപ. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണം. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചതെന്നും മന്ത്രി. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനം മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് പണം നൽകുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്കും അങ്ങനെയും പണം അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളതെന്നും ധനമന്ത്രി. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലെ നിയമവിരുദ്ധ നിർബന്ധിത ഡിജിറ്റൽ പണമിടപാട് നിർത്തലാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. നിയമവിരുദ്ധമായ ഇത്തരം നിർദ്ദേശം പാലക്കാട് റെയിൽവേ ഡിവിഷൻ പ്രദേശത്ത് മാത്രമെന്നും MP. റെയിൽവേയുടെ നടപടിയിൽ പ്രതിഷേധവുമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പാലക്കാട്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുഷ്ടലാക്കോടെയെന്നും ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും T. രാമകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.